രാഷ്ട്രീയ പാർട്ടികൾ റിസോർട്ട് രാഷ്ട്രീയത്തിനായി കോടിക്കണക്കിന് ഉറുപ്പി ചെലവാക്കുന്നു എന്ന ആരോപണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാവങ്ങളുടെ പാർട്ടി ഒരു വഴി കണ്ടു. ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ്, ഒരു താലൂക്ക് ആശുപത്രി, പിന്നെ ഒരു ചെയർപേഴ്സൻ്റെ ഒരു കാറ്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഏത് കൗൺസിലറെയും ഒളിപ്പിക്കാമെന്ന് കൂത്താട്ടുകുളത്തെ CPIM കാണിച്ചു തന്നു. അപ്പോൾ ഒളിപ്പിക്കലിൻ്റെ കൂത്താട്ടുകുളം മോഡൽ എങ്ങനെയെന്ന് പരിശോധിക്കാം. വെള്ളരിക്ക പട്ടണത്തിന്റെ അവസ്ഥ ഒരു യുദ്ധക്കളായിട്ട് അങ്ങോട്ട് മാറി. ഓരോ ഉദ്യോഗസ്ഥന്മാരും കൂടി കാണിക്കുന്ന ഈ പേക്കൂത്തിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഒരാളെ പറഞ്ഞ് മറുകണ്ഠം ചാടിക്കാൻ നോക്കുമ്പോൾ സപ്പോർട്ട് കൊടുക്കാത്തൊരു പോലീസ്. പിന്നെ എന്തിനാ പോലീസ്? പിന്നെ എന്തിനാ സ്റ്റേഷൻ? ഷിയാസ് കലിപ്പളകുന്നത് വെറുതെ അല്ല. കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന ഒരു കൗൺസിലറെ പട്ടാപ്പകല് തട്ടിക്കൊണ്ടുപോയാൽ ആർക്കായാലും കലിപ്പ് വരും. കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയിൽ LDFനെതിരെയുള്ള അവിശ്വാസമായിരുന്നു. ആ അവിശ്വാസത്തിന് UDF ഭൂരിപക്ഷം നിലനിൽക്കുകയാണ്. കലാരാജു എന്ന കൗൺസിലറെ ബലമായി CPM നേതാക്കൾ പിടിച്ച് മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ, അതായത് കൂത്താട്ടുളം മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി. ഒരട്ടിമറി നടത്തി ഒരു പ്രകടനമൊക്കെ വിളിക്കാൻ അങ്ങനെ റെഡിയായി നിൽക്കുമ്പോഴാണ് ചെയ്തത്. പോലീസ് ഇപ്പൊ പറയുന്നത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോയി മക്കളോട് ചെന്ന് മാപ്പപേക്ഷ കൊടുത്ത് അവരെ മോചിപ്പിക്കണമെന്നാണ്. അപ്പൊ ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ട്, പക്ഷെ അവിടെ ചെന്ന് മറുകണ്ഠം ചാടിക്കല് നടക്കൂലല്ലോ. അങ്ങനെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോയി നോക്കിയപ്പോ ദാ വരുന്നു കലാരാജു. അപ്പൊ ഇവിടെ കൊടുന്ന് ഒളിപ്പിച്ചതാണല്ലേ? ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടും പോയിട്ടില്ല, എടുത്തോണ്ടും പോയിട്ടില്ല. ഏയ്, തട്ടിക്കൊണ്ടുപോയതൊന്നുമല്ല. എല്ലാവരും നോക്കി നിന്നപ്പോഴാണ് മെല്ലെ വലിച്ചു കൊണ്ടുവന്നത്. അതിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയില്ലല്ലോ. ആ ചാടിയ ആൾ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളി മാറ്റുന്നു. പോലീസുകാരും കോൺഗ്രസ്സുകാരും ആകപ്പാടൊരു ബഹളമായിരുന്നു. അതിൻ്റെ ഇടയിൽപ്പെടാതെ കലാരാജുവിനെ മെല്ലെ മാറ്റി നിർത്തിയതാണ്, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. വണ്ടിയിലേക്ക് എറിയുടെ വണ്ടിയിലേക്ക് അങ്ങനെയെല്ലാം ആക്രോശിച്ചുകൊണ്ടാണ് ഈ സംഭവം മുഴുവൻ നടന്നത്. ആ ചാടിയ ആൾ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളി മാറ്റുന്നു. നമ്മൾ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടും പോയിട്ടില്ല, എടുത്തോണ്ടും പോയിട്ടില്ല. കൊണ്ടുപോയത് ഒരു DYFIന്റെ നേതാവ്. ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടും പോയിട്ടില്ല, എടുത്തോണ്ടും പോയിട്ടില്ല. അവരെന്റെ കാല് വണ്ടി ഡോറിന്റെ ഇടയിൽ തിങ്ങി പോയിട്ട് ഞാൻ അത് തുറന്നു വിടാൻ പറഞ്ഞപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പിന്നെ വെട്ടി തന്നേക്കാന്നാ പറഞ്ഞത്. ആ തള്ളി മാറ്റില്ല, എന്താ പ്രശ്നം? ജീവൻ രക്ഷാ പ്രവർത്തനം തന്നെയാണ്. എനിക്ക് നന്നായിട്ട് ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവര് നെഞ്ചിനിട്ട് ആ തള്ളി മാറ്റുന്നത് യഥാർത്ഥത്തിൽ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. അവരെനിക്ക് ഗ്യാസിന്റെ ഗുളിക തന്നു. യഥാർത്ഥത്തിൽ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. അങ്ങനെ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസും ഒരു താലൂക്ക് ആശുപത്രിയും ഒരു കാറും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു കൗൺസിലറെ ഒളിപ്പിക്കുക എന്ന് കൂത്താട്ടുകുളത്തെ CPM കാണിച്ചത്. സിനിമാ കഥകളെ വെല്ലുന്ന ട്വിസ്റ്റുകൾ. ഒടുവിൽ കാണാതായ കൗൺസിലർ കലാരാജുവിനെ കണ്ടെത്തുന്നത് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ്. നടന്നതൊക്കെയും പാർട്ടി നിലപാടാണെന്ന് CPMനെ ന്യായീകരിക്കാമെങ്കിലും സാഹചര്യത്തെ നേരിട്ട രീതി ശരിയാണോ എന്നതാണ് ഉയരുന്ന ചോദ്യം. പക്ഷെ ശരിയുടെയും തെറ്റിൻ്റെ ഒക്കെ അപ്പുറത്ത് കൂത്താട്ടുകുളത്തെ CPMന് മുനിസിപ്പാലിറ്റി ഭരണമാണ് വലുത്. അപ്പോൾ ചെലവ് ചുരുക്കി എങ്ങനെ കൗൺസിലർമാരെ ഒളിപ്പിക്കാമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇനിയും പഠിപ്പിച്ചു തരുമെന്ന വിശ്വാസത്തിൽ തൽക്കാലം നിർത്തുന്നു.